ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുകയും അവസാനം പത്രോസിനെ കണ്ട് പത്രോസിനെ ശിഷ്യ പദവിയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്യുന്ന സുന്ദരമായൊരു പാസേജാണ് ഈ വേദഭാഗം ഇന്ന് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം, അതിൻ്റെ 17-18 വാക്യങ്ങൾ. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയിലധികമായി അല്ലെങ്കിൽ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ആദ്യത്തെ വിശുദ്ധ കുർബാനയാണ് നമുക്ക് അവകാശമായി ഈ ദേവാലയം ലഭിച്ചതിന് ശേഷമുള്ളത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഡു യു ലവ് മീ മോർ ദാൻ ദീസ് ചർച്ച് ആൻഡ് യുവർ ഫിസിക്കൽ എൻവയർമെൻറ്റ് and the blessings? Do you love me more than this? ഇത് നമ്മുടെ ചങ്കിൽ തറയ്ക്കുന്ന ചോദ്യമാണ്. ചങ്കിൽ തറയ്ക്കുന്ന ചോദ്യമെന്ന് ഞാൻ പറയുമ്പോൾ, ഇന്നലെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ഈ ദേവാലയം കൂദാശ ചെയ്ത് ആദ്യം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയാണ്. എന്നാൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയേക്കാൾ അധികമായിട്ട് നീ സ്നേഹിക്കുന്നുവെങ്കിൽ ഐ എക്സ്പെക്റ്റ് മോർ ഫ്രം യു. ഈ കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. ദ പോസ്റ്റ് റെസറക്ഷൻ എക്സ്പീരിയൻസ് ആണ്. പോസ്റ്റ് റെസറക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. The post-resurrection experience vindicated the faith of the believers. അവരുടെ വിശ്വാസത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. നമുക്കറിയാം, on Friday, Good Friday, all their hopes and their expectations and their desires were shattered by the crucifixion of Jesus Christ. But on Sunday, Jesus rose from the dead and vindicated the faith of his believers, faith of the apostles. അവരെ അതിനകത്തുനിന്ന് സേവ് ചെയ്തു. അത് വാസ്തവമാണ്. For the last 25 years you have been waiting for a place of worship. Now you got a place of worship. കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, you need to move an extra mile. You need to move an extra mile. ഇവിടെ നിന്നാൽ പോരാ, മുമ്പോട്ട് പോകണം. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് മനോഹരമായൊരു ദേവാലയം ദൈവം തമ്പുരാൻ നമുക്ക് തന്നു. മനോഹരമായ ഒരു പള്ളി നിറഞ്ഞിരിക്കുന്ന ആളുകളെ തന്നു. നല്ല ഒരു ഗായക സംഘത്തെ തന്നു. നല്ല കുഞ്ഞുങ്ങളെ തന്നു. നമുക്ക് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം തന്നു. നമുക്ക് കൈ നിറയെ പണം തന്നു. നമുക്ക് ജീവിക്കാനുള്ള നല്ല ചുറ്റുപാടുകളെ തന്നു. നമുക്കിപ്പോൾ ഇതാ പള്ളിയും തന്നിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ എന്നെ ഇതിലപ്പുറമായിട്ട് സ്നേഹിക്കുന്നുണ്ട്?
ഈ ശിഷ്യഗണത്തെ ഞാൻ move with Christ to the unknown. ഈ മൈക്ക് ഞാനും തമ്മിൽ എന്തോ പിണക്കത്തിലാന്ന് തോന്നുന്നു. അതോ ഇവരറിഞ്ഞുകൊണ്ട് പ്രസംഗം നിർത്താൻ വേണ്ടി ഈ അച്ഛൻ എന്തോ വിദ്യ കാണിച്ചോന്നാണ് എനിക്ക് തോന്നുന്നു. ഇതൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് മൂവ് വിത്ത് ക്രൈസ്റ്റ് ടു ദ അൺനോൺ. കർത്താവ് അവരോട് പറയുന്നത് മൂവ് വിത്ത് ദ റെസറക്റ്റഡ് ക്രൈസ്റ്റ് ടു ദ അൺനോൺ. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ നടത്തി. എന്നാൽ പ്രായമായപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ കൊണ്ടുപോകും. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞാനൊരു നാഥനും നായകനുമായി കൂടെ ഇരുന്ന് നിങ്ങളെ നടത്തി. ഇനി ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായിട്ട് പോകുമ്പോൾ ഇനി നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് മുമ്പോട്ട് പോകണം. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ആ പ്രയാണത്തിനകത്ത് എവിടെ ചെല്ലും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ പ്രഡിക്ഷൻ ഇല്ല. നിങ്ങൾക്ക് എവിടെയാണെന്ന് പോകുന്നൊന്നും അറിയില്ല. അങ്ങനെങ്കിൽ ആർ യു റെഡി ടു മൂവ് വിത്ത് മീ ടു ദ അൺനോൺ? അറിയപ്പെടാത്ത മേഖലയിലേക്ക് സഞ്ചരിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം ഈ അറിയപ്പെടാത്ത മേഖലകൾ എന്തൊക്കെയാണെന്ന് ഈ സഭാചരിത്രം ഒരല്പം പഠിക്കുമെങ്കിൽ ശരിക്കറിയാം. ഈ പത്രോസിനെ വിളിച്ചത് സിംഹാസനത്തിൽ പോയി ഇരിക്കാൻ വേണ്ടിയൊന്നുമല്ല. പത്രോസിനെ വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിന് വേണ്ടി റോമിലേക്ക് പോയി അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ച് പത്രോസ് ഒരു രക്തസാക്ഷിയായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ, ബാല്യമായിരുന്നപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയി, ഇഷ്ടമുള്ള രീതിയിൽ പോയി. പക്ഷേ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും പോകുന്നത് എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ ഈ സ്ഥലത്ത് ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നമുക്ക് ദൈവം തമ്പുരാൻ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കോട്ട്ലൻഡിൽ കഴിഞ്ഞ 25 വർഷത്തെ ലൈഫ് ജേർണിക്കകത്ത് ദൈവം തമ്പുരാൻ നമുക്കെല്ലാം നൽകി. പക്ഷേ നമുക്ക് എന്തോ ചെയ്യണം? നമുക്ക് മൂവ് വിത്ത് ക്രൈസ്റ്റ് ടു ദ അൺനോൺ. അങ്ങനെ കർത്താവിനോടുകൂടെ ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുമെന്ന് കർത്താവ് പറയുക. ഞാൻ ഇന്നലെ എനിക്ക് തോന്നി ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് എൻ്റെ ജൂർഗൻ മോൾട്ട്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. അദ്ദേഹം 96-ാമത്തെ വയസ്സിൽ എഴുതിയൊരു പുസ്തകത്തിനകത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? റെസറക്റ്റഡ് ക്രൈസ്റ്റ് പ്രസൻസ് മേക്സ് വൺസ് ലൈഫ് എ നെവർ എൻഡിങ് ഫെസ്റ്റിവൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ ജീവിതത്തെ അസ്തമിക്കാത്ത ഒരു ഉത്സവമാക്കി മാറ്റും. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇടത്താവളങ്ങളിൽ നമ്മൾ നിൽക്കരുത്. ഇടത്താവളങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ദൈവം തമ്പുരാൻ വിളിക്കുന്ന ദൈവം തമ്പുരാനാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഹു കോൾസ് അസ്. നമുക്കറിയാം, ഏബ്രഹാമിനെ വിളിച്ചു, ഏബ്രഹാമിൻ്റെ അപ്പനെയും വിളിച്ചു. ഏബ്രഹാമിൻ്റെ അപ്പൻ്റെ പേരെന്നായിരുന്നു? കറക്റ്റാ, തേരഹിനെ വിളിച്ചു. തേരഹ് പോയി, എങ്ങോട്ടാണ് പോയത്? സ്കോട്ട്ലൻഡിലോട്ടാണോ? എങ്ങോട്ടാണ് പോയത്? ഈ തേരഹും മക്കളും എല്ലാം കൂടെ യാത്ര ചെയ്തത് കനാൻ നാട്ടിലോട്ടാണ് പോയത്. പക്ഷേ ചെന്നെത്തിയ സ്ഥലം എവിടെയായിരുന്നു?
എവിടെ ആയിരുന്നു? കറക്റ്റ്, നിങ്ങൾ പറഞ്ഞു. ഹാരാനിൽ വന്നു. ഹാരാൻ എന്ന് പറയുന്ന സ്ഥലം ഒരു കൽദയ നാടാണ്, കാൽഡിയൻ സ്ഥലമാണ്. പക്ഷെ കാൽഡിയൻ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടം സന്തോഷകരമായിട്ട് തോന്നി. അവിടെ അതാ ഞാൻ പറഞ്ഞ ഇടത്താവളങ്ങളിൽ നിൽക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കൽദയ രാജ്യമായ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ രീതി, അവിടുത്തെ സമൃദ്ധി, അവിടുത്തെ എല്ലാ കാര്യങ്ങളും സന്തോഷകരമായിട്ട് തോന്നി. സന്തോഷകരമായിട്ട് തോന്നിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഡെസ്റ്റിനേഷനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടൊരു തേരക് അവിടെ നിന്ന് തന്നെ പിള്ളേർക്കും കൂടെയുള്ളവർക്കും ഒക്കെ ഭാര്യമാരെയൊക്കെ എടുത്ത് അവിടെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ സന്തോഷത്തിനകത്ത് നിൽക്കുകയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളോട് അവിടെ പറയുന്നത്, അബ്രഹാമിനോട് പറയുന്നത്, അങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. നീ നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് നീ എങ്ങോട്ട് പോകണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. നമ്മളിന്നിപ്പോൾ ഒരു സെറ്റിൽഡ് ലൈഫിലാണ് നിൽക്കുന്നത്. നമ്മളൊരു സെറ്റിൽഡ് ലൈഫിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ദൈവം തമ്പുരാൻ ചുമ്മാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നുമല്ല. നിങ്ങളെ ദൈവം തമ്പുരാൻ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു കൾച്ചറൽ സെറ്റിങ്ങിൽ ഇന്ന് ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യൂറോപ്യൻ കൾച്ചർ ഈസ് നോ ലോങ്ങർ ബി എ ക്രിസ്ത്യൻ കൾച്ചർ. അവരുടെ വാല്യൂസൊക്കെ വളരെ ക്രിസ്ത്യൻ വാല്യൂസാണ്. പക്ഷെങ്കിൽ ഇത് സോഷ്യൽ ഫാബ്രിക് ആൻഡ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മളീ പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രിക്കോ വിറ്റ്നസ്സിനോ വയബിളായിട്ടുള്ളൊരു സിസ്റ്റം അല്ല. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തമ്പുരാൻ അവകാശമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുന്നൊരു സ്ഥലത്ത് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, യു റിമെയിൻ ഹിയർ ആസ് എ ലൈറ്റഡ് ലാമ്പ് ടു ലൈറ്റ് ദിസ് വേൾഡ്. ഈ ലോ ഓഫ് സെൻറ്റ് തോമസ് എന്നും പറഞ്ഞൊരു ഒരു ചിന്തയുണ്ട്. അതിനകത്ത് പറയുന്നത്, പൂവിനകത്ത് തേനുണ്ടെങ്കിൽ ഈ വണ്ട് എവിടെ വരും? പൂവിനകത്ത് വരും. ഇഫ് ദർ ഇസ് എ നെക്ടാർ വിതിൻ ദ ഫ്ലവർ, ദെൻ ദ ബീസ് വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലവർ. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഒരു കൊച്ചു ഗ്രൂപ്പാക്കി ഇവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു നല്ല ഹണിയുള്ള, നല്ല പ്രകാശമുള്ള, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ്. ഒരു വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി ആയിട്ട് നിർത്തി എന്തോ ചെയ്യണം? കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തോമസ് അപ്പോസ്തലനെ പോലെ മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്ന് പറയാൻ കഴിയണം. അവിടെ റെസറക്റ്റഡ് ക്രൈസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുക. ഞാനൊരു ചെറിയ ഉദാഹരണം, ചെറുതല്ല, പ്രധാനപ്പെട്ടൊരു സംഭവം പറയാം. ഈ ഉയർത്തെഴുന്നേൽപ്പ് ബിലോങ്സ് ടു വൺ കാറ്റഗറി ആൻഡ് ക്രൂസിഫിക്ഷൻ ബിലോങ്സ് ടു അനദർ കാറ്റഗറി. അതിൻ്റെ കാര്യം എന്നാ ഞാൻ പറഞ്ഞെന്നറിയാം? യേശുവിനെ കുരിശ്, ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ആരൊക്കെ കണ്ടു? നിങ്ങൾ കണ്ടില്ലെന്ന് എനിക്കറിയാം. ആരൊക്കെ കണ്ടു? വഴിയെ പോയി എല്ലാവരും കണ്ടു. പട്ടാളക്കാരും കണ്ടു, കള്ളനും കണ്ടു, പിന്നെ പോലീസുകാരും കണ്ടു, ആണുങ്ങളും കണ്ടു, സ്ത്രീകളും കണ്ടു, എല്ലാവരും കണ്ടു. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് ആര് കണ്ടു? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആര് കണ്ടു? ആരാ? ഒന്നുകൂടെ പറഞ്ഞേ, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നു. എന്തോ? മഗ്ദലക്കാരത്തി മറിയ കണ്ടു, പിന്നെ ശിഷ്യന്മാർ കണ്ടു, വേറെ ആര് കണ്ടു? എന്തോ? അതും ശിഷ്യന്മാർ തന്നെയാണ് കണ്ടത്. പിന്നെ റോഡ് ടു എമ്മൗസിൽ കണ്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
Crucifixion is for all, and it belongs to another category. And Jesus died on the cross is for the whole community, whereas a resurrection is for those who have deep faith in Christ. യേശുവിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്ന മഗ്ദലക്കാരത്തി മറിയ വളരെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എവിടോട്ട് പോയി? കല്ലറയ്ക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, കല്ലറയ്ക്കല്ലേ നമ്മൾ പോകുമോ? പോകത്തില്ല. കാര്യം എന്നാ? നമുക്കറിയാം ആരും അവിടെ നിൽക്കാൻ വഴിയില്ലെന്നറിയാം. രണ്ട് പിശാചുക്കൾ വല്ലുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു പേടിയുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ളപ്പോൾ നമ്മളവിടെ പോകത്തില്ല. പക്ഷേ ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിച്ചാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. So she had a deep passion and a deep faith, that the faith brought her to the tomb to see the resurrected Christ's glory. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഗ്ലോറി കാണാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പള്ളി ദൈവം തമ്പുരാൻ നമുക്ക് ഇവിടെ തന്നതിന് ശേഷം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, resurrected Christ's presence in Scotland with you enable you to see the glory and the radiant face of God in all your endeavors for the service of the Lord. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കി, ഒരു പൈസ പോലും കടമൊന്നും ഇല്ലാതെ ഒരു പള്ളി തുടങ്ങുന്നതിന് ദൈവം തമ്പുരാൻ കൃപ നൽകി. എന്തൊരു റെസറക്റ്റഡ് ക്രൈസ്റ്റിൻ്റെ പ്രസൻസ് ആണത്! ഇത്ര മനോഹരമാക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകി. ഇപ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ വിഭവം, നിങ്ങളുടെ താലന്ത്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്കുള്ളത് കർത്താവിൻ്റെ സാക്ഷ്യത്തിനു വേണ്ടി പങ്കുവെക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ നവജീവൻ്റെ കാഷ്വലായിട്ട് പറഞ്ഞ, എവിടെയോ വീട്ടിൽ ചെന്നപ്പം കാഷ്വലായിട്ട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ യു ടുക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് യു ഡൊണേറ്റഡ് എത്രയെന്ന് എനിക്കറിയില്ല, എന്നാലും എത്രയായിരുന്നു, 2,000 pounds ഫോർ ദ മിഷണറി വർക്ക് ഇൻ നമ്മുടെ നവജീവൻ ഇൻ മുംബൈ തന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന് വൻകാര്യങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ യൂറോപ്പിലും പല സ്ഥലങ്ങളിലും ചെയ്യാനായിട്ട് സാധിക്കും. സോ യു ആർ ദ മിഷണറീസ് ടു യൂറോപ്പ്. അവർ ഡയസിസ് ഇസ് എ മിഷണറി ഡയസിസ്, and you are the missionaries of God in Europe. ഞാൻ മുമ്പ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പൂവിനകത്ത് തേനുണ്ടെങ്കിൽ ആര് വരും? വണ്ട് വരും. എനിക്ക് തോന്നുന്നത്, ഇന്നലെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പം ഇവിടെ അയൽവക്കക്കാരൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. ഒരു മോൻ എന്നോട് പറഞ്ഞു, അയൽവക്കക്കാർക്കൊക്കെ വലിയ സന്തോഷമായെന്ന് പറഞ്ഞു. കാരണം നമ്മൾ നല്ലൊരു വിശ്വാസ സമൂഹമായിട്ട് വരികയാണ്. അങ്ങനെ വിശ്വാസ സമൂഹമായിട്ട് വരുന്നെങ്കിൽ, വിശ്വാസ സമൂഹമാണെന്ന് മറ്റുള്ളവരറിയണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഒരു പ്രേയിങ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം. അതാണ് രണ്ടാമത്. ദ മൂവിങ് കമ്മ്യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ് ഈസ് ഓഫ് കോഴ്സ് എ പ്രയർ കമ്മ്യൂണിറ്റി. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എന്തോ ചെയ്തെന്നറിയാമോ? ആദ്യം എന്താ ചെയ്തേ? അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഞായറാഴ്ച പ്രാർത്ഥിച്ചു, അല്ലേ? അന്ന് വരെ അവർ പള്ളിയിൽ പോരുന്നത് ഏത് ദിവസമായിരുന്നു? ശനിയാഴ്ചയായിരുന്നു. പക്ഷേ അവർ അന്ന് മുതൽ അവരുടെ വർഷിപ്പിൻ്റെ രീതി ഒന്ന് മാറ്റി. എന്താക്കി? ദേ ചേഞ്ച്ഡ് ദ സാറ്റർഡേ വർഷിപ്പ്, ദ സാബത്ത് വർഷിപ്പ് ടു ദ റെസറക്ഷൻ ഡേ വർഷിപ്പ്. അങ്ങനെയാണ് സൺഡേ വർഷിപ്പ് വന്നത്. അങ്ങനെ സൺഡേയിൽ നമുക്കറിയാം, അടുത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് തോമസ് അപ്പോസ്തലനെ കാണുന്നതുമൊക്കെ. തോമസ് അപ്പോസ്തലൻ ആദ്യത്തെ രണ്ടാഴ്ച ഇല്ലായിരുന്നു. അങ്ങനെ സൺഡേ വർഷിപ്പ്
അവരുടെ ഒരു റെഗുലർ റൊട്ടീനായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ടു മൂവ് വിത്ത് ക്രൈസ്റ്റ് ടു ദ അൺനോൺ വി നീഡ് ടു ഗെറ്റ് എനർജി ഫ്രം ദ പ്രെയർ ലൈഫ്. നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കകത്തു നിന്ന് ഇതിനകത്തു നിന്നൊരു ശക്തി ലഭിക്കണം. അങ്ങനെ ശക്തി ലഭിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഞാൻ ആരാധന മധ്യയുള്ള സമയമായതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല, സമയം കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മൂവ് വിത്ത് ക്രൈസ്റ്റ് ലവ്. നിങ്ങൾ യാത്ര ചെയ്യുന്നതിനകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേണം യാത്ര ചെയ്യാൻ. ഞാൻ ഈ മുമ്പ് പറഞ്ഞല്ലോ, ഈ അൺനോണെന്ന് പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ, കാരണം ഈ അപ്പോസ്തലന്മാർ പോയപ്പം ഭാവി എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ല. നമുക്കുമില്ല ഭാവി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കും ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ നമ്മളെ ആര് പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഗ്രാഹ്യം നമുക്കുണ്ട്. കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഗ്രാഹ്യം നമുക്കുണ്ട്, അല്ലെ ഒരു നോളജ് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യണം. അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടുന്നത് സ്നേഹത്തിൻ്റെ ഊർജത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനാ കമ്മ്യൂണിറ്റി ആയിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെടുന്ന ഒരു പള്ളിയായി തുടരണം. അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ ഇടത്താവളത്തിൽ നിന്ന് മാറി അങ്ങോട്ട് പോകണം. കർത്താവിനോടുകൂടെ ചേർന്ന് ഒരു പിൽഗ്രിം കമ്മ്യൂണിറ്റി ആയിട്ട് സുവിശേഷ വേലയ്ക്ക് പോകണം. ഒരു പിൽഗ്രിം കമ്മ്യൂണിറ്റി ആയിട്ട് പോകണം. അത് നിങ്ങളെ കൊണ്ട് പറ്റും. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവിടെ 2 ദിവസം വന്നതിനകത്ത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെല്ലാവർക്കും ഒരേ വോയിസാണുള്ളത്. ഒരേ വോയിസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതും യേശുദാസിൻ്റെ വോയിസ് പോലുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിലുള്ള ഏക സ്വരമുണ്ട്. അത് തുടരണം. അത് സ്നേഹത്തിൽ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെയുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ്റെ കമ്മ്യൂണിറ്റി അല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെയുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിന് ബിയോണ്ടായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ കുരിശിൻ്റെ ചുവട്ടിൽ ആരൊക്കെ നിൽപ്പുണ്ടായിരുന്നു? ശിഷ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. ശിഷ്യന്മാർ ചിലർ നിൽപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. യോഹന്നാൻ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് യോഹന്നാനോട് എന്തോ പറഞ്ഞു? ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയോടെന്തോ പറഞ്ഞു? ഇതാ നിൻ്റെ മോനെന്ന് പറഞ്ഞു. 2 പേരും തമ്മിൽ ബ്ലഡ് റിലേഷൻഷിപ്പൊന്നുമില്ല. നിങ്ങളെ ഈ സ്കോട്ട്ലൻഡിൽ ദൈവം തമ്പുരാൻ ആക്കിയിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്കകത്ത് ഒരു പക്ഷേ ബ്ലഡ് റിലേഷൻഷിപ്പ് കാണത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങളെന്തോ ചെയ്യണം? വി should live in partnership with the resurrected Christ and to practice love. ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും നല്ല ഉദാത്തമായ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിലാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം മുതൽ ദൈവം തമ്പുരാൻ്റെ എല്ലാ കരുതലും അനുഭവിക്കുന്ന ഇടമാണ് സ്നേഹം. അങ്ങനെയെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളി എങ്ങനായിത്തീരണം? രക്തബന്ധമില്ലാത്ത ദൈവമക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു കുരിശിൻ്റെ ചുവട്ടിൽ രൂപപ്പെടുന്ന ഒരു കുടുംബമായിട്ട് തീരണം. അങ്ങനെ കുടുംബമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിൽ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ താലന്ത്, നിങ്ങളുടെ വിഭവം, നിങ്ങളുടെ ജീവിതം തന്നെ ആർക്ക് കൊടുക്കാൻ കഴിയും? കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, നമുക്ക് ചുറ്റും അനേകം പേര് കർത്താവിൻ്റെ വചനം കേൾക്കാത്തവരുണ്ട്. ഈ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ അവരെ അതിനകത്തും നമുക്ക് പിടിച്ചു കയറ്റാനായിട്ട് പറ്റും. നീട്ടിക്കൊടുക്കുവാൻ, ഞാൻ പലയിടത്തും പറയുന്നതാണ്, നീട്ടിക്കൊടുക്കുവാൻ ഒരു കൈയുണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ കിടക്കുന്നവരെ നമുക്ക് ഉയർത്താൻ കഴിയും. അങ്ങനെ നല്ല കരുതലിൻ്റെ ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ, കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചു പോകാൻ ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നമുക്കിന്ന് പകൽക്കാലം പറയാൻ കഴിയണം, യെസ് ഫാദർ,
we love you more than this. And we are going to dedicate ourselves for witnessing you as your own children, as your own child. എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ കർത്താവിനോടുകൂടെ ചേർന്ന് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയും. അതിന് നല്ല ഒരു മിഷണറി സഭയായിട്ട് ഇത് തീരുന്നതിന്, ഈ ദേശം തന്നെ ഒരു മിഷണറി ദേശമാണല്ലോ, ഒരു മിഷണറി സഭയായിട്ട് തീരുന്നതിന് ഇടവയ്ക്ക് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇന്നത്തെ നമ്മൾ ധ്യാനിപ്പാനായിട്ട് വിചാരിച്ച വിഷയം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ചേർന്ന് അറിയപ്പെടാത്ത മേഖലയിലേക്ക് പോകാൻ ദൈവം തമ്പുരാൻ വിളിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ നമ്മളെ വിളിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ചേർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ നമ്മളെ ദൈവം തമ്പുരാൻ വിളിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രകാശം ഇവിടെ മാത്രം നിന്നാൽ പോരാ, മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കണം. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.